എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്, താമസ സർട്ടിഫിക്കറ്റ് എന്താണ്, അതിൻ്റെ പർപ്പസ് എന്താണ്, പിന്നെ ഓൺലൈനായും ഓഫ്ലൈനായും എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ള വീഡിയോയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണൂ. ഇത് ജോലി, അതുപോലെ തന്നെ കോളേജ് അഡ്മിഷൻ എന്നിവയ്ക്ക് വളരെ പ്രധാനമാണ്. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് ഒരു സർക്കാർ സർട്ടിഫിക്കറ്റാണ്. നിങ്ങൾ ഒരു പർട്ടിക്കുലർ സ്ഥലം, സ്റ്റേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്റ്റിൽ താമസിക്കുന്നുവെന്ന് തെളിയിക്കാൻ ഉപയോഗിക്കുന്ന ഡോക്യുമെൻ്റ് ആണ് റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ്. സിമ്പിളായി പറഞ്ഞാൽ ഇത് നിങ്ങളുടെ ഒഫീഷ്യൽ അഡ്രസ് പ്രൂഫാണ്. ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്നത് ഗവൺമെൻറ് ജോബ്സ് അപ്ലൈ ചെയ്യാൻ, കോളേജ് അഡ്മിഷൻ ആൻഡ് സ്കോളർഷിപ്പ്, കാസ്റ്റ് ആൻഡ് ഇൻകം സർട്ടിഫിക്കറ്റ് എടുക്കാൻ, റേഷൻ കാർഡ് എടുക്കാൻ, സർക്കാർ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാൻ. അതായത് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഡോക്യുമെൻ്റ് ആണ്. ഓൺലൈനായി അപ്ലൈ ചെയ്യാൻ സ്റ്റെപ്പ് 1 ഇ ഡിസ്ട്രിക്റ്റ് കേരള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. സ്റ്റെപ്പ് 2 രജിസ്റ്റർ ഓർ ലോഗിൻ ചെയ്യുക. സ്റ്റെപ്പ് 3 അപ്ലൈ ഫോർ സർട്ടിഫിക്കറ്റ് ക്ലിക്ക് ചെയ്യുക. സ്റ്റെപ്പ് 4 റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് സെലക്ട് ചെയ്യുക. സ്റ്റെപ്പ് 5 നിങ്ങളുടെ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുക, നെയിം, അഡ്രസ്, ആധാർ നമ്പർ എക്സെട്ര. സ്റ്റെപ്പ് 6 ആവശ്യമായ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക. സ്റ്റെപ്പ് 7 ഫീ അടയ്ക്കുക. സ്റ്റെപ്പ് 8 സബ്മിറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ നമ്പർ സേവ് ചെയ്യുക. കുറച്ച് ദിവസം കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓഫ്ലൈനായി അപ്ലൈ ചെയ്യാൻ പഞ്ചായത്ത് ഓഫീസ് അല്ലെങ്കിൽ അക്ഷയ സെൻറ്റർ സന്ദർശിക്കുക. ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. ആധാർ പ്ലസ് അഡ്രസ് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുക. ഫീസ് അടയ്ക്കുക. 3 മുതൽ 7 ദിവസത്തിനുള്ളിൽ സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ: അഡ്രസ്സ് എല്ലായിടത്തും സെയിം ആയിരിക്കണം. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. ക്ലിയർ ആയ ഡോക്യുമെൻറ്റ്സ് മാത്രം അപ്ലോഡ് ചെയ്യുക. ഇവ ശ്രദ്ധിച്ചാൽ റിജക്ഷൻ ഒഴിവാക്കാം. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.